അസ്സാം വലൈക്കും. ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ലേശം പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലുണ്ടായ തക്കാളി തന്നെയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിതാ തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. വെള്ളങ്ങളോ ഒന്നും ചേർക്കട്ടെ കേട്ടോ. ഇത് തിളക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ ഒരു വെള്ളം വരാണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക, 2 വെളുത്തുള്ളി, 2 ഏലക്കായ, പട്ട, ഗ്രാമ്പു, ഒരു 3 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നല്ല ഒന്നങ്ങണ്ട് വേവിച്ചെടുക്കുക. ഇനി ഇത് വെന്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് പട്ടയും ഗ്രാമ്പൊക്കെ ഒന്നാണ്ട് ഒഴിവാക്കി കൊടുക്കണം കേട്ടോ. അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അതൊക്കെ ഒന്നാണ്ട് എടുത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്നാണ്ട് ജ്യൂസ് അടിച്ചെടുക്കണം കേട്ടോ. ഇത് ചണ്ടൻ്റെ ഒഴിവാക്കി കൊടുക്കുക. ഇത് ജ്യൂസി മാത്രം മതി നമുക്ക്. ഇനി ഇത് നല്ല ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളച്ചിട്ട് ഇങ്ങോട്ട് വറ്റി വരണം. നല്ലോണം തിളച്ചിട്ടുണ്ട്. നല്ല വേവണം കേട്ടോ. ഇത് നല്ല തിളച്ച് വരുന്ന വറ്റി വരുന്ന സമയത്ത് നമുക്കിതാ ഇതിലേക്ക് ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഈ മധുരത്തിന് ലേശം ഒരു 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ലേശം സുർക്ക, ഒരു സ്പൂണ് സുർക്ക ഒഴിച്ചു കൊടുക്കുക. പുളിക്ക് ആവശ്യമായിട്ടുള്ള സുർക്ക നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഒന്നുകൊണ്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് പാകമായി നിറയിൽ ഇതേപോലെ ഒരു പ്ലേറ്റിക്ക് എടുത്തിട്ട് ഇതാ കണ്ടില്ലേ, ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒലിച്ചിറങ്ങൂല കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്നങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കണം. ഈ പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഇത് തണുത്ത് വരുന്ന സമയത്ത് നമുക്കൊരു പാത്രത്തിൽ എന്തെങ്കിലും ഇതിൽ കുപ്പിയിലോ എന്തെങ്കിലും ഇട്ട് വെക്കാം. കുറേ ദിവസം ഇരിക്കും കേട്ടോ. വെള്ളം ഒന്നും പാടില്ല. വെള്ളം ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ കുറേ ദിവസം കേട് കൂടാതെ ഇരിക്കും. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.